പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാതാപിതാക്കൾ നമ്മളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു 9-10 വയസ്സാകുന്നതോടുകൂടി ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പ്രായപൂർത്തിയാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ബൗണ്ടറീസ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സാർ, ഒരു 10 വയസ്സ് വരെ ഞാൻ പറഞ്ഞാൽ എന്തുവാൻ കേൾക്കുമായിരുന്നു, ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പക്ഷേ ഒരു 11-12 വയസ്സാകുമ്പോഴത്തേന് തന്നെ പുള്ളി കംപ്ലീറ്റായിട്ട് മാറി. പുള്ളി ഇപ്പോൾ ഫ്രണ്ട്സാണ് വലുത്, ഫ്രണ്ട്സ് പറയുന്നതാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്സ് അല്ലെ അവളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ പേരൻറ്റിങ്ങിൻ്റെ റോൾ എടുത്തു തുടങ്ങുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കാണും. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ ഇതിനൊക്കെ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. അവൻ അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് അതിൽ ചെന്ന് പെട്ടതിന് ശേഷം അവർ നിങ്ങളോട് വന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ, നിങ്ങൾ എങ്ങനെയാണ് ആ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പല പേരൻസിനും അറിഞ്ഞൂടാ. അപ്പോൾ പലപ്പോഴും പേരൻസ് അവരെ കുറ്റപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ അവർ പെട്ടെന്ന് പറയുന്നത്, എനിക്ക് അന്നേ അറിയാമായിരുന്നു നിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവനോടുള്ള കൂട്ടുകെട്ട് ശരിയല്ല, അവളുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല, നിനക്ക് ഇത് തന്നെ വരണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പലപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യണമെന്നും ഇമോഷണലായിട്ട് ഡീൽ ചെയ്യണമെന്നും ഇമോഷണലി ഇൻ്റലിജൻ്റായിട്ട് നേരിടണമെന്നൊന്നും നമ്മുടെ ഇന്നത്തെ പേരൻസിന് അറിഞ്ഞുകൂടാം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ പല പല കുട്ടികളും പേരൻസിൽ നിന്ന് ഒരുപാട് അകന്ന് പേരൻസിനെ ശത്രുവായി കാണുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. പേരൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബൗണ്ടറീസ് എന്താണ്, റെസ്പെക്റ്റ് എന്താണ്, എമ്പതി എന്താണ്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം പേരൻറ്റിങ്ങിനുള്ള കോഴ്സുകളോ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പഠിപ്പിക്കൽസോ ഒന്നും എങ്ങും നടന്നിട്ടില്ല. ഇത് നമ്മളുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ച രീതികളൊക്കെ കണ്ടിട്ടാണ് പലപ്പോഴും ആളുകൾ പേരൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് പേരൻറ്റിങ് പഠിക്കാനും അല്ലെങ്കിൽ ഒരു പരിധി വരെ നല്ലൊരു പേരൻ്റായി മാറാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നിക്കീസ് കഫേ ഒരുക്കുന്നത്. നിക്കീസ് കഫേയുടെ പേരൻറ്റിങ് കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതമുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ താല്പര്യമുള്ള ആളുകളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സെമിനാർ, വെബെക്സ് മീറ്റിങ്ങുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് വലിയ പരിപാടികളാണ് നിക്കീസ് കഫേ പ്ലാൻ ചെയ്യുന്നത്. നിക്കീസ് കഫേയുടെ സൈക്കോളജി ടീമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈക്കോളജി ടീം ഇങ്ങനെ ഒരു സജഷൻ വെച്ചപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.